ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. ഏകദേശം 15 ലക്ഷം മലയാളികൾ യൂട്യൂബിലുണ്ട് എന്നാണ് കേട്ടോ കണക്ക്. എന്തായാലും അതിൽ ഫാമിലി വ്ളോഗേഴ്സ് വളരെ കുറവാണ്. അതിലും ഫേമസ് ആയവർ വിരലിൽ എണ്ണാവുന്നതാണ്. ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം എടുത്ത് പുറത്തേക്ക് ഇടുക. സ്വാഭാവികമായിട്ട് ഒരുപാട് വ്യൂ കിട്ടുകയാണ്. അതുവരെ ചത്ത് കിടന്ന ചാനൽ ദാ എന്ന് പറഞ്ഞോണം അങ്ങോട്ട് എണീറ്റ് അങ്ങോട്ട് ഓടാൻ തുടങ്ങും. പ്രവീൺ പ്രണവ് കേസിൽ അത് കണ്ടതാണ്. അവരുടെ ആ അൺമാസ്കിങ് വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ള വ്യൂ, അതിൻ്റെ ആ ഒരു എണ്ണം കേട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. അവർക്കൊരു വീട് മേടിക്കാനുള്ള പൈസ തന്നെ അതിൽ നിന്ന് കിട്ടുന്നതാണ് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഡാനീസ് ഡേയ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഷോർട്ടിലൂടെ വന്നതാണ്. ഷോർട്ടിന് കിട്ടിയ സ്വീകാര്യത വീഡിയോയ്ക്ക് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് തങ്ങളുടെ ചാനലിന് ഇങ്ങനെ ഒരു ഡെഡായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് എന്ത് കുതന്ത്രവും പയറ്റാമെന്നുള്ളൊരു മൂഡിലാണ് ഇപ്പോൾ ഫാമിലി വ്ളോഗേഴ്സ്. നമ്മളൊക്കെ രണ്ടാമത്തെ ഒരു പ്രഗ്നൻസി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറയുക വീട്ടുകാരോട്, ഭർത്താവിനോട്. അത് നമ്മൾ ഒരിക്കലും ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടല്ല പറയാമെന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. ഓൾറെഡി ഈ ഡാനീസ് ഡേയ്സിലെ ഭാര്യ രണ്ടാമത് പ്രഗ്നൻ്റ് ആവുകയാണ്. അവരുടെ കുഞ്ഞിനെ 1-1.5 വയസ്സായിട്ടുള്ളൂ. രണ്ടാമത് പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ അവർ ഓൾറെഡി എന്തായാലും ഭർത്താവിനോട് ഓഫ് ക്യാമറയുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും. അവരതിനെപ്പറ്റി കുലങ്കഷമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ടാവും. പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യണോ, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ, അമ്മ എന്നുള്ള നിലയ്ക്ക് അവർ വേണ്ട രീതിയിൽ ഗൗരവമായിട്ട് അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത് എല്ലാ കൺക്ലൂഷനും വരുത്തി. എന്നാൽ പിന്നെ ഈ ഒരു കണ്ടന്റ് പ്രഗ്നൻസി സ്റ്റോറി റിവീലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊരു ട്രെൻഡാണല്ലോ. ഒരു 27-28 വയസ്സിൽ ആദ്യത്തെ പ്രസവം കഴിഞ്ഞവരും പ്രഗ്നൻസി സ്റ്റോറി റിവീലിംഗ് എന്നുള്ള പേരിൽ ഒരു കണ്ടന്റ് ഉണ്ടാക്കും. ഏതെങ്കിലും സെൻറ്ററിൽ പോയി പ്രസവ ശുശ്രൂഷ ചെയ്യണത് ഒരു കണ്ടന്റ് ഉണ്ടാക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടന്റ്. അപ്പോൾ ആദ്യത്തെ കുഞ്ഞിൻ്റെ ആ കണ്ടന്റ് ഏകദേശം അവസാനിച്ചു എന്ന് കണ്ടപ്പോൾ വീഡിയോക്ക് പതുക്കെ വ്യൂ കുറഞ്ഞു തുടങ്ങി. 12K 11K എന്നൊക്കെ ഇങ്ങനെ മൂളിയും ഇതായും പോകുന്ന ആ ഒരു ചാനലിനെ ഒന്ന് എണീപ്പിച്ച് ഓടിക്കാൻ എന്നാൽ പിന്നെ നമ്മൾക്ക് ഓൺ ക്യാമറയുടെ മുമ്പിൽ സ്ക്രിപ്റ്റഡ് ആയിട്ട് ഈ പ്രഗ്നൻസി ഞങ്ങൾ റിവീൽ ചെയ്ത് കളയാമെന്ന് അവർ ചിന്തിക്കുകയാണ്. സ്വാഭാവികമായിട്ട് കരച്ചിലിൽ എക്സ്പെർട്ടായിട്ടുള്ള ഡാനി ഡേയ്സിലെ നായിക ഈ പ്രഗ്നൻസി എനിക്ക് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല, ഞാൻ മാനസികമായിട്ട് തയ്യാറല്ല, താഴെയുള്ള മൂത്ത കുഞ്ഞിന് ഇത്രയെല്ലാം ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു മെഴുകുകയാണ് വൈഫ്. ആദ്യത്തെ 3 മാസം അവർക്ക് ഛർദി ഉണ്ടാവും, വോമിറ്റിംഗ് ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ഈ ലേഡിയുടെ വയസ്സ് 28 ആണ്. 28 വയസ്സായ ഒരു സ്ത്രീ ഇനിയും രണ്ടാമതൊരു കുഞ്ഞുണ്ടാവുമ്പോൾ 30 വയസ്സിനുള്ളിൽ ആ പ്രസവം കഴിയാനുള്ള ഒരു മാനസികമായിട്ടുള്ള നിലയിലേക്ക് എത്തേണ്ട ഒരു സ്ത്രീ, അയ്യോ എനിക്ക് വയ്യേ ഇനി ഇതൊക്കെ താങ്ങാൻ വയ്യേ, ആദ്യത്തെ ട്രൈമസ്റ്ററിലെ ഛർദി, ശാരീരിക അസ്വസ്ഥതകൾ, ഗ്യാസ്, ഇതൊന്നും ആദ്യമായിട്ട് ഡാനീസ് ഡേയ്സിലെ ഡാനിയുടെ വൈഫിന് മാത്രം ഈ ലോകത്തുണ്ടായ കാര്യമൊന്നുമല്ല. ഇതൊക്കെ എല്ലാവരും ഫേസ് ചെയ്യുന്നവരാണ്. 18 വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞ് 20 വയസ്സിനുള്ളിൽ 2 കുഞ്ഞുങ്ങളായവർ, 22 വയസ്സിനുള്ളിൽ 2 കുഞ്ഞുങ്ങളായവർ, വളരെ ചെറിയ പെൺകുട്ടികൾ വളരെ ലാഘവത്തോടു കൂടി അവരുടെ 2 പ്രസവവും ആഘോഷത്തോടു കൂടി വരവേൽക്കുന്ന ഈ കാലഘട്ടത്തിലാണ് 28 വയസ്സായ ഒരു സ്ത്രീ ഇരുന്ന് കരഞ്ഞു മെഴുകുന്നത്. ഞാനൊന്ന് പ്രഗ്നൻ്റ് ആണെന്ന് കേൾക്കാൻ വേണ്ടി ഒരുപാട് കുട്ടികളില്ലാത്ത അമ്മമാർ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ലേഡി കിടന്ന് കരഞ്ഞു മെഴുകും. ഭർത്താവിൻ്റെ വീട്ടിൽ വേണ്ട സൗകര്യങ്ങളോട് കൂടി ഭർത്താവിൻ്റെ കെയറോട് കൂടി ജീവിക്കുന്ന ഒരു ലേഡിയാണ്. ഇവരൊരിക്കലും വർക്കിംഗ് അല്ല, ഇവർക്ക് ജീവിതത്തിൽ യാതൊരു വക ബുദ്ധിമുട്ടുകളും ഇല്ല, ഇവരുടെ വീട്ടിലും അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം അല്ലാതെ ഏത് സാഹചര്യത്തിലാണ് ഒരു സ്ത്രീ ഗർഭിണിയാവേണ്ടത്? ഏറ്റവും അധികം സന്തോഷിക്കണം 30 വയസ്സിനുള്ളിൽ തൻ്റെ രണ്ടാമത്തെ പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രസവവും കഴിഞ്ഞ് സെറ്റിലാവാനുള്ള ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കേണ്ട സ്ത്രീ. ഇതൊന്നുമില്ലാതെ ഏറ്റവും മോശം സാമ്പത്തിക അവസ്ഥയിൽ ജോലിക്ക് പോകുന്ന എത്ര ഇവരെക്കാൾ ചെറുപ്പക്കാരികളായിട്ടുള്ള സ്ത്രീകൾ ഗർഭിണികളാവുന്നു. ഏകദേശം പ്രസവിക്കാറാവുന്ന ടൈം വരെ ബസ്സിൽ കയറി തുണിക്കടയിലൊക്കെ 8-9 മണിക്കൂർ നിന്ന് ജോലി ചെയ്യുന്ന, വേണ്ട 6-7 മണിക്കൂർ നിന്ന് ജോലി ചെയ്യുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. വളരെ പ്രസന്നവതികളായിട്ട് അവരൊന്നും പ്രഗ്നൻസി അറിയുമ്പോൾ അല്ലെങ്കിൽ ഇത് റിവീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കിടന്ന് കരഞ്ഞു മെഴുകാറില്ല. ഇവരൊക്കെ ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ അസ്വസ്ഥതകളും ഗർഭത്തിൻ്റെ ആ ഒരു സമയത്ത് മുതൽ തുടങ്ങുന്ന ഗ്യാസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണ്. ഇവർക്ക് മാത്രമൊന്നുമല്ല ഗർഭാവസ്ഥയിൽ ഗ്യാസ് ഉണ്ടാവുക. ഇത്തരം അസ്വസ്ഥതകളൊക്കെ ഫേസ് ചെയ്ത് വളരെ സന്തോഷവതികളായി അവനവൻ്റെ ജോലിയും അവനവൻ്റേതായിട്ടുള്ള ആ തൊഴിലൊപ്പം കൊണ്ട് നടന്ന്
8 മാസം വരെയൊക്കെ ജോലിക്ക് പോകുന്ന നേഴ്സുമാരായിട്ടുള്ള ഒരുപാട് ലേഡികൾ, വളരെ ചെറുപ്പം പെൺകുട്ടികൾ, അങ്ങനെയുള്ള സമയത്താണ് ഡാനിയുടെ ഭാര്യയുടെയും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഈ ഡെലിവറി റിവീലിംഗ്. അതിൻ്റെ അടിയിൽ ഒരുപാട് പെണ്ണുങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അയ്യോ ശരിയാണ്, എനിക്കറിയാം അവരുടെ മാനസികാവസ്ഥ, എനിക്കറിയാം. അവർക്ക് മാനസികാവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് പണത്തിന് ബുദ്ധിമുട്ടില്ല, ഭർത്താവിൻ്റെ സപ്പോർട്ടുണ്ട്, സോഷ്യലായിട്ടുള്ള സപ്പോർട്ടുണ്ട്, ബന്ധുക്കളുടെ സപ്പോർട്ടുണ്ട്. ഇതൊന്നും ഇല്ലാതിരിക്കുന്ന സ്ത്രീകൾ പോലും ഗർഭാവസ്ഥ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഗർഭം വരുമ്പോൾ നമ്മൾ ഇരുന്ന് കരയല്ല വേണ്ടത്. എങ്ങനെ അതിനെ നേരിടാം, എങ്ങനെ ഫിസിക്കലും മെൻ്റലുമായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് അപ്പോൾ ചെയ്യേണ്ടതെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്. ആ വീഡിയോയ്ക്ക് അവർക്ക് കിട്ടിയിട്ടുള്ളത് 14 ലക്ഷം വ്യൂ ആണ് കേട്ടോ. അതുവരെയുള്ള അവരുടെ വ്യൂ നിങ്ങളൊന്ന് നോക്കൂ. 12K, 18K, 12K, 11K, ചിലത് 5.8K, 7.8K എന്നൊക്കെ വന്ന ആ ഒരു ചാനലിന് ഇങ്ങനെ ഒരു പ്രഗ്നൻസിയുടെ സ്ക്രിപ്റ്റഡ് ഷോ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയത് 14 ലക്ഷമാണ്. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 14 ലക്ഷം രാവിലെ നോക്കി ഇപ്പോൾ അത് 15 ലക്ഷമായി. അപ്പോൾ അതിങ്ങനെ കൂടി ഏകദേശം ഒരു 50 ലക്ഷം വരെ എത്തുമ്പോൾ തന്നെ അവരുടെ ആദ്യത്തെ ഒരു ട്രൈമസ്റ്ററിൻ്റെ ആ അസ്വസ്ഥതകളൊക്കെ ഇല്ലാണ്ടാക്കാനുള്ള ഒരു പൈസ കയ്യിൽ വരുമ്പോൾ അവരുടെ ഛർദിയും അവരുടെ വിഷമങ്ങളും ഗ്യാസൊക്കെ പതുക്കെ പോകുമെന്ന് നമ്മൾക്ക് ആശ്വസിക്കാം. എന്തായാലും ഇങ്ങനെയുള്ള ഏറ്റവും പ്രൈവറ്റായിട്ട് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞ് സന്തോഷിക്കേണ്ട ഒരു കാര്യം, യൂട്യൂബിന് വേണ്ടിയിട്ട് ഇത്രയും കരഞ്ഞ് മെഴുകിയ ആ അമ്മയിലെ അഭിനേത്രിക്ക് കൊടുക്കാൻ പറ്റുന്ന സമ്മാനം എന്താണെന്ന് ചിന്തിക്കാൻ വയ്യ. രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭത്തിൽ പേറി സന്തോഷിക്കുകയും എന്നാൽ പുറത്തേക്ക് കരഞ്ഞു മെഴുകുകയും ചെയ്ത ആ അമ്മ മനസ്സിലെ എങ്ങനെയാണ് അഭിനന്ദിക്കുക എന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.